ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ ഹാജിമാരെല്ലാം മിനയിൽ നിന്നും അറഫയിലേക്ക് നീങ്ങുന്ന അതിമുഹൂർത്തങ്ങളാണ് പരിശുദ്ധമായ ദുൽഹജ്ജ് 9. നമ്മെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയാണ് നമുക്ക് ദുൽഹിജ്ജ് 9. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചയാണ് ദുൽഹിജ്ജ് 9. അൽഹംദുലില്ലാഹ്, അവരുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. അറഫാ ദിനം ഒരു മഹാസുദിനമാണ്. പ്രഭാതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രഭാതമാണ് അറഫയുടെ പ്രഭാതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തെ പരിഗണിക്കുന്നത് അറഫാ ദിനത്തെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ലൈലത്തുൽ ഖദറിന്റെ പരിശുദ്ധമായ സുന്ദരമായ റമളാനിലെ രാത്രിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറഫാ ദിനത്തിൽ ഹാജിമാരെല്ലാം അറഫയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നാട്ടിലുള്ള ഞാനും നിങ്ങളും അവരെ ഹജ്ജിന്റെ അറഫയിലാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ നമ്മൾ നാട്ടിൽ അശ്രദ്ധരായി കഴിയാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിനത്തെക്കാൾ നരകമോചനം, നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന ഒരു ദിനം വേറെ ഇല്ല എന്നാണ്. അതിനേക്കാൾ കൂടുതൽ നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ഒരു പ്രഭാതം, ഒരു രാവിലെ വേറെയില്ല, ഒരു ദിവസം വേറെയില്ല എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വഇന്നഹു ലയദുനൂസും യുബാഹി ബിഹിമുൽ മലായിക. അള്ളാഹു ഒന്നാം ആകാശത്ത് ഇറങ്ങി വരും, എന്നിട്ട് മലക്കുകളോട് അഭിമാനം പറയുന്നുണ്ട്, കണ്ടോ എന്റെ അടിമകളെ കണ്ടോ, നിങ്ങളല്ലേ പറഞ്ഞത് അവരെ പടക്കണ്ട എന്ന്, അവരെ സൃഷ്ടിക്കണ്ട എന്ന്, അവരെ തെമ്മാടികളാന്ന്, അവർ രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, കണ്ടില്ലേ എന്റെ അടിമകൾ എന്ന് അള്ളാഹു അഭിമാനം പറയുന്ന ഒരു ദിവസമാണ് അറഫാ ദിനം. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, ഇദാ കാന യൗമു അറഫ, അറഫാ ദിനമായാൽ ഇന്നല്ലാഹ യൻസിലു ഇലസ് സമാഇദ് ദുനിയ, ഒന്നാം ആകാശത്ത് അല്ലാഹു ഇറങ്ങി വരും, നമ്മുടെ സമീപത്ത്, നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത് അല്ലാഹു ഇറങ്ങി വരും. ഫയുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് അല്ലാഹുവിനോട് അഭിമാനം പറയും. അഭിമാനം പറയുന്ന ഒരു ഭാഷയുണ്ട്, ഉൻളുറു ഇലാ ഇബാദി, എന്റെ അടിമകളിലേക്ക് നോക്കൂ മലായിക. ഉൻളുറു ഇലാ ഇബാദി, എന്റെ അടിമകളിലേക്ക് നോക്കൂ മലായിക. അതൗനി ശുഅസൻ ഗുബ്റാ, അവർ എന്നിലേക്ക് വന്നത് ശുഅസൻ, അവരെ മുടികളെല്ലാം പാറിപ്പറന്ന്, ഗുബ്റൻ, പൊടികളെല്ലാം മേത്തെല്ലാം പൊടിയൊക്കെ പറ്റി, അവരുടെ ശരീരത്തെ അവരെ ശ്രദ്ധിക്കുന്നില്ല, അവരുടെ ഡ്രസ്സിനെ അവരെ ശ്രദ്ധിക്കുന്നില്ല, അവരെല്ലാം മറന്ന് എന്നിൽ മാത്രം ലയിച്ചു വരുന്ന എന്റെ അടിമകളെ നിങ്ങൾ കണ്ടില്ലേ. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു ഭാഷയുണ്ട്, ഉഷ്ഹിദുക്കും അന്നീ ഖദ് ഗഫർതു ലക്കും, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ ഇവർക്കെല്ലാവർക്കും പൊറുത്തു കൊടുക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്, യഖൂലുല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറയുമത്രേ, ലഖദ് ഗഫർതു ലഹും, നാം അവർക്ക് പൊറുത്തു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, മാ മിൻ യൗമിൻ അക്സറ അതീകിൻ മിനൻ നാരി മിൻ യൗമി അറഫ, അറഫാ ദിവസത്തെക്കാൾ കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസം ഇല്ല എന്നാണ്. അതുകൊണ്ട് അറഫയിൽ കൂടുന്ന എന്റെ പ്രിയങ്കരായ ഹാജിമാരെ, നിങ്ങൾ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യണം. അള്ളാഹു സമീപസ്ഥനാണ്. അറഫാ ദിനത്തിൽ എന്റെ പാവങ്ങൾ എനിക്ക് അള്ളാഹു പുറത്തു തരില്ല, ഞാൻ അത്രയും വലിയ തെറ്റ് ചെയ്തവനാണ് എന്ന് പോലും ചിന്തിക്കാൻ പാടില്ല എന്നാണ്, എന്നുപോലും ചിന്തിക്കാൻ പാടില്ല. എല്ലാവർക്കും മാപ്പാണ്, എല്ലാവർക്കും അള്ളാഹു മാപ്പ് നൽകുന്ന ഒരു സുന്ദരമായ സുദിനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് നിങ്ങൾ നോക്കിയോ, മാ റുഇയ ശൈത്വാനു യൗമൻ ഹുവ ഫീഹി അസ്ഗറു വലാ അദ്ഹറു വലാ അഹ്കറു വലാ അഗ്യൽ, പിശാചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല അന്നത്തെ ദിവസത്തിൽ അവന്റെ അവസ്ഥ. ആ പിശാചിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടില്ല. എങ്ങനെയല്ലാതെ? മുത്തുനബി തങ്ങൾ പറയുന്നു, ഹുവ ഫീഹി അസ്ഗർ, അവൻ ഏറ്റവും ചെറുതായവനായിട്ട്, വലാ അദ്ഹറു വലാ അഹ്കർ, അവൻ നിന്ദനായി, നിസാരനായി, നീചനായി, വലാ അഗ്യൽ, അതിലുപരി ഏറ്റവും വലിയ കോപിഷ്ഠനായിട്ട് അവൻ ഇങ്ങനെ ഭ്രാന്തി പിടിച്ചോടുന്ന പിശാച് മിൻഹു ഫീ യൗമി അറഫ, അറഫാ ദിനത്തെക്കാൾ അല്ലാഹുവിന്റെ റസൂൽ പിന്നെ കണ്ടിട്ടില്ല.
അത്രമേൽ കോപിഷ്ഠനാവാൻ കാരണം എന്താണ്? അവൻ മനുഷ്യരുടെ അള്ളാഹുവിന്റെ അടിമ മുത്തുനബിതങ്ങളുടെ ഉമ്മത്തിന്റെ മേൽ അള്ളാഹുവിന്റെ കരുണ ഇങ്ങനെ ഇറങ്ങുന്നത് കാണുമ്പോൾ കൊടും പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി കൊടുത്തത് കണ്ടപ്പോ കാലങ്ങളായി കാത്തിരുന്ന് പാവപ്പെട്ട ഉമ്മത്തിനെ വഴികളിലാക്കിയിട്ട് അവനിങ്ങനെ ആഘോഷിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുകയോ. എനിക്ക് സഹിക്കാൻ കഴിയാത്ത പ്രഭാതം, സഹിക്കാൻ കഴിയാത്ത അറഫയുടെ ദിനം. ബദറിന്റെ രണാങ്കണത്തിലും സ്വഹാബത്ത് വിജയിച്ചപ്പോഴും അവൻ അങ്ങനെ പിന്തിരിഞ്ഞോടി എന്നാണ്. ബദറിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും വിജയിച്ചപ്പോ പിശാച് വിരണ്ടോടി, പിശാച് പിന്തിരിഞ്ഞോടി, പിശാച് അരണ്ടോടി. അതിനേക്കാൾ വേഗതയിൽ അറഫാ ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വിരണ്ടോടുമെന്നാണ്. സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നാം നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് അറഫാ ദിനത്തിലെ നോമ്പാണ്. ദുൽഹിജ്ജ് 9 അറഫാ ദിനത്തിൽ നാട്ടിലുള്ള നമ്മൾ നോമ്പ് പിടിക്കണം. അറഫയിലുള്ള ഹാജിമാർക്കൊന്നും നോമ്പില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ വെച്ച് നോമ്പ് നോറ്റിട്ടില്ല. പക്ഷേ നാട്ടിലുള്ള നമ്മളോട് നോമ്പ് നോക്കാൻ അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, സുഇലാൻ ഈ സൗമി യൗമി അറഫ, അറഫാ ദിനത്തെ കുറിച്ച് നബിയെ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്? ഖാല, മുത്തുനബി തങ്ങൾ പറഞ്ഞു, യുകഫറു സനത്തൽ മാളിയത വൽ ബാഖിയ, വരാൻ പോകുന്നതും കഴിഞ്ഞുപോയതുമായ വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. വലിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നമ്മൾ തൗബ ചെയ്യണം. സഹോദരങ്ങളെ, വളരെ ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ് 9 അറഫാ ദിനം, പരിശുദ്ധ ഹറമിൽ നിൽക്കുന്ന ഹാജിമാര് നമ്മുടെ വ്യാഴാഴ്ച നമുക്ക് ദുൽഹിജ്ജ് 8 ആകുമ്പോഴാണ് അവർക്ക് ദുൽഹിജ്ജ് 9. അന്നും നമുക്ക് ദുൽഹിജ്ജ് 8 നമുക്ക് നോമ്പ് നോൽക്കാം. ദുൽഹിജ്ജ് 9 അന്ന് നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ് 9 എന്ന അറഫാ ദിനം, നമുക്ക് ദുൽഹിജ്ജ് 9 വെള്ളിയാഴ്ചയാണ്. അന്നും നമുക്ക് നോമ്പ് നോൽക്കാം. വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ചയുടെ പ്രഭാതം, വെള്ളിയാഴ്ചയുടെ പ്രഭാതം, ഇവിടെ എല്ലാം നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം, നോമ്പ് നോൽക്കണം. വരാൻ പോകുന്നതും കഴിഞ്ഞു പോകുന്നതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന് പറയുമ്പോൾ മഹാന്മാര് ചർച്ച ചെയ്യുന്നു. വരാൻ പോകുന്ന പാപം അവന് പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഈ വാർത്ത പറയാനുള്ളത്, അവന്റെ 1 വർഷവും കൂടി നീട്ടി ആയുസ് കിട്ടുമെന്ന് മനസ്സിലാക്കുന്നു. പണ്ഡിതന്മാരെ പറയാൻ. അപ്പൊ 1 വർഷത്തെ പാവം അവന് പുറത്തു കിട്ടണമെങ്കിൽ അവൻ ആയുസ്സോടുകൂടി ദുനിയാവിൽ വേണ്ടേ? അപ്പൊ അവൻ അങ്ങനെ പുറത്തു കിട്ടും. അവൻ 1 വർഷം കൂടി ആയുസ് നീട്ടി കിട്ടുമെന്നും കൂടി മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ വയൗമ ആശൂറ വ 3 അയ്യാമിൻ മിൻ കുല്ലി ശഹ്രിൻ. നബി തങ്ങൾ സുന്നത്ത് നോമ്പ് നോറ്റ കൂട്ടത്തിൽ പഠിപ്പിക്കുന്നു, ദുൽഹിജ്ജ 9 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോറ്റിട്ടുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ ഉമ്മമാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നോമ്പ്. നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാനും നമ്മുടെ ദോഷങ്ങൾ മാപ്പാക്കപ്പെടാനും ആയുസ് കിട്ടാനും നമുക്ക് അത് കാരണമാണ്. അറഫാ ദിനത്തിലെ ദുആ വളരെ പ്രധാനപ്പെട്ട ദുആയാണ്. ഹാജിമാര് ദുൽഹിജ്ജ 9 ഉച്ച മുതൽ മഗ്രിബ് വരെയും അറഫാ ദിനത്തിന്റെ ആ പ്രഭാതത്തിന്റെ ആ ഉച്ച മുതൽ വൈകുന്നേരം വരെയും അവർ ആത്മാർത്ഥമായ ദുആയിലായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് നോക്കൂ, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ, ദുആകളുടെ ഏറ്റവും നല്ല ദുആ അത് അറഫാ ദിനത്തിലെ നോമ്പാണ്. അറഫാ ദിനത്തിലെ ദുആയാണ്. ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ, ദുആകൾ ഖൈറായ ദുആ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ അധികരിപ്പിക്കണം. എനിക്ക് മുമ്പുള്ള അമ്പിയാക്കന്മാരൊക്കെ നബിമാരൊക്കെ ആ ദിനത്തിൽ ചൊല്ലിയ മഹത്തരമായ ദിക്റും കൂടി അല്ലാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹദീസിൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ദിക്ർ നമ്മളിങ്ങനെ ധാരാളം ഉരുവിടണം.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ധാരാളം അധികരിപ്പിക്കുക, തസ്ബീഹും തക്ബീറും തഹ്മീദൊക്കെ ധാരാളം അധികരിപ്പിക്കുക എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ദിക്റും കൂടി നമ്മൾ അധികരിപ്പിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രേഷ്ഠമായ ഈ പുണ്യമായ ദിനങ്ങളിൽ അശ്രദ്ധരായി പോകാൻ പാടില്ല. ഒരുപാട് മഹത്തുക്കൾ മഹാന്മാരൊക്കെ ആദരിച്ച് ബഹുമാനിച്ച ദിവസമാണ് അറഫാ ദിനം. ഹാജിമാരായ ആളുകൾ അവരുടെ ദുആയിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവിടെയുള്ള ഹാജിമാര് ഒരു വെയിലത്ത് അവര് അറഫയുടെ മൈതാനത്ത്, വിശാലമായ അറഫയുടെ മൈതാനത്ത് ഒരേ വസ്ത്രത്തിൽ, ഒരേ സ്വരത്തിൽ, ഒരേ രീതിയിൽ, ഒരേ റബ്ബിന്റെ മുമ്പിൽ അവരിങ്ങനെ കൈനീട്ടി ദുആ ചെയ്യുമ്പോൾ അവരോട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നാട്ടിൽ ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടണം. ഇൻഷാ അല്ലാഹ് വലിയ വരുന്ന ബലിപെരുന്നാളിനെ ഹൃദ്യമായി വരവേൽക്കാൻ ഏറ്റവും നല്ലതാണ് അറഫ നോമ്പ്. അത് വിട്ടുകളയരുത്, അത് പിടിക്കണം. ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങളിലൊന്നും നമ്മൾ ഒരു മോശത്തരത്തിലും പോവാതെ ഇഖ്ലാസോടെ അമലുകൾ ചെയ്യണം. നമ്മുടെ ദുആക്ക് ഇജാബത്തുണ്ട്. അള്ളാഹു നമ്മുടെ ദുആകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഹാജിമാരുടെ ഹജ്ജും ഉംറയും സിയാറത്തുമെല്ലാം മഖ്ബൂലും മബ്റൂറുമായി അള്ളാഹു പരിഗണിക്കട്ടെ, സ്വീകരിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ടും വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.